എന്തിന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പാർക്കിങ്ങിന് എന്തിന് ഞാൻ പൈസ കൊടുക്കണോ? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പാർക്കിംഗ് ഫീസ് വാങ്ങുന്നതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റം പൊതുജനങ്ങൾക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. വിഷയത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സുനിൽ ചന്ദ്രന്റെ പ്രതികരണം അറിയാം. HMC എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഓർഡർ പ്രകാരമാണ് ഈ HMC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ചെയർമാൻ ഇപ്പം നമ്മുടെ ഈ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൻ്റെ പരിധിയിൽ വരുന്നത് മുനിസിപ്പൽ ചെയർമാനാണ് ഇതിൻ്റെ ചെയർമാൻ. അതേപോലെ കൺവീനറാണ് ഹോസ്പിറ്റൽ സൂപ്രണ്ട്. ബാക്കി അതിലത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾ അവർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പർ ഉണ്ടാവും. അതേപോലെ തന്നെ ബാക്കി നമ്മുടെ സർക്കാർ വകുപ്പ് എന്നുള്ള മെമ്പേഴ്സും കൂടി ഉണ്ടാവും. അതായത് ഇലക്ട്രിക്കൽ ഡിവിഷൻ, ബാക്കി വാട്ടർ അതോറിറ്റി, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഓരോ മെമ്പേഴ്സും കൂടി ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് വരും. ഈ കമ്മിറ്റി തീരുമാനിക്കുന്നതാണ് നമ്മുടെ ആശുപത്രിയിലെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ചിലവും അതേപോലെ അവിടെയുള്ള വരുമാനം എല്ലാം തീരുമാനിക്കുന്നത് കമ്മിറ്റിയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് OP ഫീസുകൾ തീരുമാനിക്കുന്നത്. ഈ പാർക്കിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇത് വന്നത്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ തീരുമാനം എടുക്കുന്നതും അതും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത്. അത് സൂപ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഇതല്ല ശരിക്കും ഹോസ്പിറ്റൽ ഈ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത്. അത് ഇപ്രാവശ്യം നമ്മളത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഔട്ട്സോഴ്സിങ്, അതായത് കോൺട്രാക്റ്റ് പോലെ കൊടുത്തതാണ്. അപ്പോൾ അത് നേരത്തെ കൊടുത്ത് അതിൻ്റെ വരുമാനം നേരത്തെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഫണ്ടിങ്ങും എല്ലാം അതേപോലത്തെയാണ്. സുതാര്യമായ ഒരു ഫൈനാൻസാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ സാധാരണ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചിലവുകളും ഇപ്പം ഇപ്പോൾ അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ ചിലവുകൾ നമ്മൾ ഇവിടുന്ന് തന്നെ തീരുമാനിച്ചെടുക്കും. അത് കഴിഞ്ഞ് നമ്മളത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി മീറ്റിങ്ങിൽ വെച്ചിട്ട് റാറ്റിഫൈ ചെയ്യണം. എല്ലാ മെമ്പേഴ്സും, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ ജനങ്ങളുടെ ഒരു പ്രതിനിധികളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ എല്ലാ അനുവാദത്തോടെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വേറെ ഹോസ്പിറ്റലിനായിട്ടോ അല്ലെങ്കിൽ സർക്കാരിനായിട്ടോ ഒന്നും ഒരു തീരുമാനം ഇല്ല. ശരിക്കും കമ്മിറ്റിയുടെ തീരുമാനമാണ് എല്ലാം നടക്കുന്നത്. പെട്ടെന്ന് വേണ്ട ചിലവുകളെല്ലാം വരാം. ഹോസ്പിറ്റൽ മെയിൻ്റനൻസ്, ഫർണിച്ചർ മെയിൻ്റനൻസ്, അതേപോലെ നമ്മുടെ സാധാരണ ഇപ്പോൾ നമ്മുടെ ഒരു ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്തു. അതേപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇതെല്ലാം HMC ഫണ്ടെന്നാണ് കൂടുതൽ നമ്മൾ ചിലവഴിക്കുന്നത്. അവിടുത്തെ വൃത്തിയാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം HMC ഫണ്ടാണ്. പിന്നെ ചില എക്യുപ്മെൻറ്റ്സ് ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ടി വരും. ഇതെല്ലാം നമ്മൾ ഇതേ ഫണ്ടെന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സുതാര്യമായ രീതിയിലാണ് ഇതെല്ലാം ഗവൺമെൻറ് നിർദ്ദേശങ്ങളുണ്ട്. ആ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മളെല്ലാം വാങ്ങിക്കുന്നത്. ഇതിൻ്റെ ചിലവാക്കുന്നത് എല്ലാം ഇത് അനുസരിച്ചിട്ട് മാത്രമാണ്. ഇപ്പോൾ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അത് തീരുമാനിക്കാൻ എന്തായാലും പറ്റില്ല. പിന്നെ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നെ എല്ലാം ഫ്രീ, എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ OPക്ക് ഫീസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം തീരുമാനിച്ച അത് വളരെ ചുരുങ്ങിയൊരു ഫീസാണ് ഇപ്പോൾ നമ്മളെല്ലാവർക്കും വാങ്ങിക്കുന്നത്. അപ്പം പുറമേ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ചാർജ് വരുന്നില്ലെന്ന് അവർക്ക് അറിയുന്നുണ്ടാവും. ഇവിടെ അത്രയും ചുരുങ്ങിയ ചിലവിൽ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താൻ ആൾക്കാർക്ക് പറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു ദുരുപയോഗം ചെയ്യുന്നതും കഴിയുന്നതും ഒഴിവാക്കാൻ പറ്റുമല്ലോ. ഒരു ചാർജ് വെക്കുന്നതുകൊണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ നമുക്ക് സാധാരണ അറിയാം, ഇപ്പം ടൗണിൽ വരുന്ന എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് നമ്മുടെ ഫംഗ്ഷൻ നടത്താൻ വരില്ല. അത്യാവശ്യക്കാർക്കല്ല, അത് ശരിക്കും രോഗികളായിട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ വരുന്ന വണ്ടികൾക്കൊന്നും പാർക്ക് ചെയ്യേണ്ട സൗകര്യം ഉണ്ടാവില്ല. അപ്പം അതും കൂടി ഒരു ഇതാണ് അതിൻ്റെ കൂടെ ഈ HMCക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് നടത്തിയിട്ടുള്ളത്. പൊതുജനങ്ങളെ തീർത്തും ആശയക്കുഴപ്പത്തിലാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ടായ വാക്കേറ്റം. സംഭവത്തിൽ യോജിച്ചും വിയോജിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ ഉയർന്നിരുന്നു. സംഭവത്തെ മുതലെടുത്തുകൊണ്ട് ആശുപത്രിയിലെത്തുന്ന ജനങ്ങൾ പാർക്കിംഗ് ഫീ അടക്കാൻ മടിക്കുന്ന സാഹചര്യവുമുള്ളതായി സെക്യൂരിറ്റി ജീവനക്കാർ അറിയിച്ചു. അവർ 6 പേര് വന്ന് 3 ബൈക്കിലായിട്ട് വന്ന് ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു വണ്ടീൻ്റെ പാസ്. അപ്പോൾ പറഞ്ഞ് വണ്ടി തരൂല, നീ എന്താ ചെയ്യുന്നത്, എന്നെ ഭീഷണിപ്പെടുത്തി അവർ. അപ്പോൾ വണ്ടിൻ്റെ കളക്ഷനിൽ കൂടി അവർ മേടിക്കാൻ പറ്റില്ല. ഇപ്പോൾ വരുന്നത് കൂടാതെ ഇന്ന് മൊബൈൽ വന്ന അറിയാതെ ഹോട്ടലിൽ വന്നവരെ ഇപ്പോഴും കൂടി അവർ പൈസ തരാൻ കുറേ ആൾ മേടിക്കുന്നു. ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം തീർത്തും HMCക്ക് കീഴിലാണ്, ആരുടെയും വ്യക്തി താല്പര്യത്തിലല്ല. സംഭവത്തെ മുതലെടുത്തുകൊണ്ട് നിലവിലും ആളുകൾ പാർക്കിംഗ് ഫീസ് നൽകാതെ പോകുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.